സ്ട്രീമർ തൊപ്പിയുടെ വരുമാനമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1 കോടി മുതൽ 99 കോടി വരെ ഉള്ള സംഖ്യയൊക്കെ അദ്ദേഹം ഏൺ ചെയ്യുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സ്ട്രീമിലൂടെയൊക്കെ തൊപ്പി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് എത്രയാവട്ടെ, ഓക്കെ, എന്തായാലും മോശമില്ലാത്തൊരു സംഖ്യ ഏൺ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ തൊപ്പിയെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. തൊപ്പിയിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പഠിക്കേണ്ടാത്ത കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവാം. തൊപ്പി നമുക്ക് എങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഒരു മാതൃകയാവുന്നത്. ഒരു ബിസിനസ് ആളുകൾക്ക് മാത്രമല്ല, ജീവിതത്തിൽ ഏൺ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ തൊപ്പി എങ്ങനെയാണ് ഒരു മാതൃകയായി മാറുന്നത് എന്നുള്ളതാണ്. മാതൃക ആവാത്ത കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവാം. അതല്ല നമ്മൾ അന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരാള് തൊപ്പി പല സമയങ്ങളിൽ എന്താണ് നമ്മളുടെ പല ന്യൂസുകളിലും കാര്യങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട ആൾ തന്നെയാണ് തൊപ്പി എന്ന് പറയുന്നത്, പല രീതിയിലും. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും തൊപ്പി സ്ട്രീമിലൂടെയും യൂട്യൂബ് സ്ട്രീം ആയാലും മറ്റുള്ള സ്ട്രീമുകളിലൂടെയും ഗെയിമിങ്ങിലൂടെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പണം നേടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അഥവാ അത് എന്ന് പറയുന്നത് ഈ ഓൺലൈൻ സാധ്യതകൾ എല്ലാവർക്കും മുന്നിലുള്ള ഒരുപോലുള്ള സാധ്യതയാണ്. അല്ല തൊപ്പിയെ മാത്രം പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന അവസരം ഉണ്ടാക്കി കൊടുക്കുന്നല്ല ചെയ്ത് ആരും. അത് എല്ലാവർക്കും മുന്നിലുള്ള സാധ്യത. നമ്മുടെ ഇന്റർനെറ്റ് യുഗത്തിലും ഈ ടെക്നോളജി യുഗത്തിലും ഇപ്പൊ ജോലി സാധ്യതകൾക്ക് AI പോലത്തെ ആളുകൾ എന്താണ് ടെക്നോളജിയൊക്കെ തട്ടിയെടുക്കുന്നു എന്നൊക്കെ പറയുന്നു, ജോലി നഷ്ടപ്പെടുന്നൊക്കെ പറയുന്ന സമയത്തും ഇത്തരത്തിൽ ഇന്റർനെറ്റ് യുഗം ആളുകളൊക്കെ കൂടുതൽ ഓൺലൈനിലേക്ക് മാറുന്നതും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വലിയ സാധ്യതകൾ മുന്നിൽ തുറന്ന് കിട്ടുന്നു. ആ സാധ്യതകൾ യൂട്ടിലൈസ് ചെയ്തതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ തൊപ്പിനെ പറയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഒരു സാധ്യത ഉപയോഗപ്പെടുക, അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമതായിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്ന് നമുക്ക് അംഗീകരിച്ചേ മതിയാവും. അതിലൊരു തർക്കമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകളെ ഇൻഫ്ലുവൻസർ ആയിട്ട് അദ്ദേഹം മാറി, അതുപോലെ തന്നെ ക്രൗഡ് പുള്ളറായിട്ട് മാറി എന്നുള്ളതാണ്. തൊപ്പി ഞാൻ ഈ അടുത്ത് കോഴിക്കോട് ആദ്യമായിട്ടാണ് തൊപ്പിനെ കാണുന്നത്. ഈ അടുത്ത് കോഴിക്കോട് എന്താണ് ഒരു പ്രോഗ്രാമിന് വന്ന സമയത്ത് അവിടെ ഞാനും കാണാൻ പോയിരുന്നു. ഓക്കെ, കാരണം അത്രയും ആളുകളെ ആകർഷിക്കും തൊപ്പി. കൂടുതൽ കുട്ടികളും മറ്റുള്ള ആളുകളൊക്കെ അതിലുണ്ട്. അതൊക്കെ മറ്റൊരു വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഒരു ആളുകളെ അങ്ങോട്ട് എത്തിക്കുന്നു. അതുകൊണ്ടാണല്ലോ തൊപ്പി ഉദ്ഘാടനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വിളിക്കുന്നത്. അതിലൂടെയുള്ള വരുമാനം വേറെ തന്നെ കേട്ടോ. അപ്പൊ നമ്മളൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സിനിമാ മേഖലയിൽ നിന്ന് വന്നതോ വലിയൊരു പാരമ്പര്യ പ്രശസ്തി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സെലിബ്രിറ്റീസിന്റെ മക്കളായത് കൊണ്ടോ ഒന്നുമല്ലല്ലോ. സീറോ എന്ന് വന്ന ആളാണ്. നമുക്കൊരിക്കലും അത് തട്ടിക്കളയാൻ പറ്റാത്തൊരു സത്യമാണ്. സീറോ എന്ന് വന്ന് തൊപ്പി ഇന്ന് ഒരു ഹീറോ ആയിട്ട് പല ആളുകളുടെ മനസ്സിലും മാറി എന്നുള്ളത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണല്ലോ. ഒരു പ്രോഗ്രാമിന് അദ്ദേഹം വരുന്ന സമയത്ത്, ഒരു ജില്ലയിൽ വരുന്ന സമയത്ത്, ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് വലിയ സിനിമ ആളുകളെ മാറ്റി നിർത്തിയാൽ കൂടുതൽ ആളുകളെ ഒരു പ്രോഗ്രാമിലേക്കോ ഒരു സ്ഥലത്തേക്കോ എത്തിക്കാൻ ഇന്ന സ്ഥലത്ത് അദ്ദേഹം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്രത്തോളമാണ് ആളുകളിൽ, വിദ്യാർത്ഥികളിൽ, യുവാക്കളിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. അപ്പൊ ഇൻഫ്ലുവൻസർ ആയിട്ട് മാറി ജനങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി, അത് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഭാഗമാണ്. ഓക്കെ, മുമ്പ് കുറെ നെഗറ്റിവിറ്റി ഒക്കെ വന്നിട്ടെങ്കിൽ കൂടിയും ഇപ്പൊ ഒരുപാട് അതിൽ നിന്നൊക്കെ മാറ്റം വന്നു എന്നുള്ള നമുക്ക് എന്താണ് തീർച്ചയായിട്ടും കാണുന്ന സംഗതി തന്നെയാണ്. അപ്പൊ അത് പോസിറ്റീവായിട്ട് കൂടുതൽ പോസിറ്റീവായിട്ട് ആളുകളിലേക്ക് നല്ല സന്ദേശങ്ങളും മെസ്സേജൊക്കെ എത്തിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അത് അടിപൊളിയാവും. അത് തൊപ്പി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറുന്നത്, ക്രൗഡ് പുള്ളറായിട്ട് മാറുന്നത്, അതിനുവേണ്ടി അതിലൂടെ വലിയൊരു സംഖ്യ മാസം ഏൺ ചെയ്യുന്നത്. അപ്പൊ ഏണിങ്ങിന് വേണ്ടി ഇത്തരത്തിൽ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മോഡേൺ ടെക്നോളജി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതും നമുക്ക് എന്താണ് തൊപ്പിയിൽ നിന്നും കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരുപാട് ഞാൻ മനസ്സിലാക്കുന്ന മുമ്പ് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു എല്ലാ മേഖലയിലും തൊപ്പിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരുപാട് പോസിറ്റീവായിട്ട് മാറി എന്നുള്ളത് നമുക്ക് എന്താണ് ഇപ്പൊ കാണുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമ്മളുടെ മുമ്പ് ആളുകൾ നമ്മൾ എങ്ങനെ വിലയിരുത്തി എന്നത് എല്ലാ കാലവും അങ്ങനെ മാത്രമായിരിക്കും വിലയിരുത്തുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. അതിന് മാറ്റം വരുത്താം എന്നുള്ളത് കൊണ്ട് എക്സാമ്പിളാണ്. കാരണം വലിയ നെഗറ്റീവ് ഉണ്ടാക്കിയ ഒരു ആള് മുമ്പ് ഇപ്പം വളരെ പോസിറ്റീവായിട്ട് മാറുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് എപ്പം വേണമെങ്കിലും നമ്മുടെ ഇമേജ് സമൂഹത്തിൽ മാറ്റിയെടുക്കാൻ നമ്മളെ കഴിവാണ്. നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെയാണ്. നമ്മളെ എത്ര പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാലും നമുക്ക് വിജയിച്ച് വരാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. കാരണം ഒട്ടും ഇല്ലായ്മയിൽ നിന്നും ഇത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലേക്കും ഇത്ര വരുമാനം ഉണ്ടാക്കുന്നതിലേക്കും തൊപ്പി എത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കും ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും വിജയിച്ച് മുന്നേറാൻ പറ്റും
എന്നതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൊപ്പി എടുക്കാം. മറ്റുള്ള നെഗറ്റീവ്സ് നമുക്ക് മാറ്റി നിർത്താം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, കമന്റായിട്ട് രേഖപ്പെടുത്തുക. തൊപ്പി ഇഷ്ടമുള്ളവരും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ള അഭിപ്രായങ്ങളുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക.